ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് വൈറ്റമിൻ എയെ കുറിച്ചാണ്. വൈറ്റമിൻ എയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിനാണ്. കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ്. കണ്ണിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന്, കണ്ണിൻ്റെ വിഷൻ പവറിന് എല്ലാം വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ്. അതുപോലെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് വൈറ്റമിൻ എ ആവശ്യമാണ്. അതുപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാൻ വൈറ്റമിൻ എ ആവശ്യമായ ഒന്നാണ്. വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിന് ആവശ്യമായ ഒന്നാണ്. അതുകൊണ്ട് വൈറ്റമിൻ എ കുറയുന്നത് പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ഇടയാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമുള്ളത് കണ്ണിൻ്റെ ആരോഗ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കുറവ് മൂലം ബ്ലൈൻഡ്നെസ് വരാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ആയിരിക്കും അധികം ഉണ്ടാവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായി കണ്ടുവരുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വെളിച്ചം കുറഞ്ഞ സമയത്ത് കാഴ്ചശക്തി കുറയുന്നൊരു അസുഖം. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഡിം ലൈറ്റിൽ കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. ഇത് ക്രമേണ നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ട് നേരിടാനും കണ്ണിന്റെ കാഴ്ചശക്തിയെ തന്നെ ബാധിക്കാനും നമ്മുടെ കണ്ണിന്റെ ഫംഗ്ഷനെ ബാധിച്ച് ബ്ലൈൻഡ്നെസ് അവസ്ഥ പോലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടാനും കാരണമാവാറുണ്ട്. അടുത്ത് പറയാനുള്ള രോഗാവസ്ഥയാണ് സ്ക്ലെറോപ്താൽമിയ. അതായത് കണ്ണീര് വറ്റുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇതുമൂലം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് ബാധിക്കുന്ന മറ്റു പ്രധാന കാര്യം ഇമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ടതാണ്. വൈറ്റമിൻ എ പ്രതിരോധ ശക്തിക്ക് വളരെ അത്യാവശ്യമായ വൈറ്റമിനാണ്. അത് കുറയുമ്പോൾ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിലിയർ ആവും. പലപ്പോഴും ഇൻഫെക്ഷൻ അഥവാ അണുബാധ ഉണ്ടാവാൻ കാരണമാകും. വൈറ്റമിൻ എയുടെ പ്രധാന സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എവിടെ നിന്ന് ഒക്കെയാണ് വൈറ്റമിൻ എ കൂടുതൽ ലഭിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിൽ വരുന്നത് ക്യാരറ്റ് ആവും. ക്യാരറ്റ് കണ്ണിന് നല്ലതാണ്. ക്യാരറ്റിൽ വൈറ്റമിൻ എ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ കാണപ്പെടുന്നത് കോഡ് ഫിഷ് ഓയിൽ അഥവാ മീൻ ഗുളികയിലാണ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടായാൽ കോഡ് ഫിഷ് ഓയിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അടുത്തതായി പറയാനുള്ളത് ഗീ ആണ്. ഇതും വൈറ്റമിൻ എയുടെ പ്രധാന സ്രോതസ്സാണ്. അടുത്തതായി പറയാനുള്ളത് വെജിറ്റബിളിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് ഏതാണെന്നാണ്. അത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. അഥവാ ഇനി വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് ബ്രൊക്കോളി, അതുപോലെ പംകിൻ, മത്തൻ, ചീരവർഗ്ഗങ്ങൾ ഇവയെല്ലാം വൈറ്റമിൻ എയുടെ പ്രധാന സ്രോതസ്സുകളാണ്. എഗ്ഗ്, മിൽക്ക്, മീറ്റ് ഇവയെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, നേരിയ അളവിലാണെന്ന് മാത്രം. അടുത്തുള്ളത് നമ്മുടെ പപ്പായ, ടൊമാറ്റോ, ക്യാപ്സിക്കം ഇവയെല്ലാം വൈറ്റമിൻ എയുടെ സ്രോതസ്സുകളാണ്. വൈറ്റമിൻ എ കുറഞ്ഞാൽ ഡോക്ടർമാർ ചിലപ്പോൾ വൈറ്റമിൻ എ സപ്ലിമെന്റ് കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെന്റ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്.